ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഏകദേശം അനന്തപൂരിന് അടുത്ത് എത്തിയിട്ടുണ്ട്. അനന്തപൂർ 4 കിലോമീറ്റർ, കൂട്ടി 58. അപ്പോൾ അനന്തപൂർ ടൗണാണ് നമുക്ക് അങ്ങ് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു വൈറ്റ് കളറിൽ കാണാൻ പറ്റുന്നത് അനന്തപൂർ സിറ്റിയാണ്. ഇതുവഴി എപ്പോൾ പോകും വിചാരിക്കും ഈ ഹനുമാന്റെ പ്രതിമ ഒന്ന് എടുക്കണം. വലിയൊരു ഹനുമാന്റെ പ്രതിമ, ഈ വഴിക്ക് ഒരുപാട് ഹനുമാന്റെ പ്രതിമകളുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ആമസോൺ റിസോർട്ട് ഇവിടെ കണ്ടു. ഇത് തന്നെയാണ് ആമസോൺ റിസോർട്ട്. ആമസോൺ കിച്ചൺസ്. ആമസോൺ റിസോർട്ട് ഓപ്പൺ. അപ്പോൾ അതിൻ്റെ പിറകിലായി ഇവിടെയാണ് അരുണാചല എന്ന് പറയുന്ന സിമെന്റ് കമ്പനീന്റെ സ്ഥലം. അരുണാചല ചെറിയൊരു ലേക്കും ചെറിയ അതിനോടനുബന്ധിച്ചൊരു ഫുഡ് കോർട്ട്, ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് എഴുതിയിട്ടുള്ളത്. വെങ്കടപതി ലേറ്റസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ട്. നെല്ലതാ കൊണ്ടുവന്നിട്ട് കമ്പനിയിൽ അതിന്റെ തവിട് പുറത്തോട്ട് തള്ളിയിട്ടതാ. കംപ്ലീറ്റ് തവിട് കിടക്കുന്ന മല പോലെ. കണ്ണെത്താന്ന് ദൂരം വരെ നെൽപ്പാടമുണ്ട് ഇവിടെ. അങ്ങനെ ധോൺ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ. ധോൺ, ചിലയാൾ ധോണി എന്നും പറയും. ഇവിടെ ഒരു മലക്ക് ചുറ്റും കുഞ്ഞു കുഞ്ഞു വീടുകൾ. ഗവൺമെന്റ് വകയാമോ അറിയില്ല. ചെറിയ ചെറിയ വീടുകളെടുത്ത് മലക്ക് ചുറ്റുമുണ്ട്. ഇപ്പൊ 1-2 ബെഡ്റൂം, 2 തന്നെ ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. ധോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ധോൺ ടൗണിലേക്ക് പോണ്ട വഴിയാണ് ഈ പാലത്തിന്റെ അടിയിലേക്ക് വലത്തു ഭാഗത്തേക്ക്. ഇവിടുന്ന് കർണൂല് 50, ഹൈദരാബാദ് 265 കിലോമീറ്റർ ഉണ്ട്. നമുക്കിനി 265 പോരാ, കാരണം അതിനേക്കാൾ കൂടുതൽ നമ്മൾ അങ്ങേക്ക് പോകാനുണ്ട്. നമുക്ക് നമ്മുടെ അൺലോഡിങ് ലൊക്കേഷനിലേക്ക്. ഇതൊക്കെ ധോൺ ടൗണിന്റെ ഭാഗം. ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് വാഴക്കൃഷി ഉണ്ട് കാണുന്നത് താഴെ. അങ്ങനെ അടുത്തൊരു ടോൾ പ്ലാസയിലും കൂടി എത്തിയിട്ടുണ്ട്. കർണൂലൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പം നമ്മളിപ്പോൾ ഇത് ആന്ധ്രാപ്രദേശിന്റെ ലാസ്റ്റ് ടോളാന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടുത്തത് ഇനി നമ്മളിപ്പോൾ തെലുങ്കാന കയറും. ഇവിടെ നമ്മുടെ യെല്ലോ മെലൻ, ഷമാം എന്ന് പറയും അറബിയിൽ, അതുകൊണ്ട് പേരക്കൻ്റെ എല്ലാം കൂടെ. അതുപോലെ ആ ചെറിയൊരു പഴമുണ്ട്, പേരെന്താണ്, മുന്തിരിയൊക്കെ ഉണ്ട്. ചെറിയൊരു ആപ്പിൾ പോലെയുണ്ട് കാണുമ്പോൾ. അങ്ങനെ നമ്മൾ തെലുങ്കാനയിലേക്ക് കയറുകയാണ്. തെലുങ്കാനയുടെ RTO ബോർഡർ ഇത്. ഇപ്പൊ ഇവരിവിടെ ഇതൊക്കെ വെച്ചിട്ട്, ഡിവൈഡറൊക്കെ വെച്ചിട്ട് നല്ലോണം സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. മുമ്പ് ഇങ്ങനെ ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരാൾ പുറത്തുതന്നെ നിന്നിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, അവരിപ്പോ അങ്ങ് നിന്നിട്ട് നോക്കിയിട്ട് വിളിക്കുകയെ ചില സമയത്ത്. അപ്പൊ ഇപ്പൊ ഇവര് സ്ട്രിക്റ്റ് ആക്കിയോണ്ട് നടുവിൽ ഒരാൾ നിന്നിട്ട് എല്ലാ വണ്ടികളും, മുമ്പെല്ലാം ഈ കണ്ടെയ്നർ വണ്ടിയൊന്നും അങ്ങനെ പിടിക്കലുണ്ടായിരുന്നില്ല, നിർത്തലുണ്ടായിരുന്നില്ല. ഇപ്പൊ അതായത് എല്ലാ വണ്ടികളും, ഏത് ട്രാൻസ്പോർട്ട് ആയാലും അവരിത് നിർത്തിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ നമ്മുടെ അവിടെ പോയി ഒരു 200 രൂപ കൊടുക്കേണ്ട വന്നിട്ടുണ്ട്. മുമ്പൊന്നും കൊടുക്കലില്ല. ചില സമയത്ത് എപ്പോഴെങ്കിലും ഇതിന് ഒരാളെ മൂഡ് പോലെ അവർ ഇതാക്കുക, വിളിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ കണ്ടെയ്നർ ലോറി ഒന്നും മൈൻഡാക്കൂല. സാധാരണ ഓപ്പൺ ലോറിയാണ് കൂടുതൽ അവർ ഇതാക്കാറ്.
ഇപ്പം നിന്നുകൊണ്ട് എല്ലാ വണ്ടികളും തന്നെ അവർ നിർത്തിച്ചിട്ട് പൈസ വാങ്ങിക്കുന്നുണ്ട്. അതൊരു മാമൂലാണ് ഇവിടെയുള്ള. മുമ്പ് ആന്ധ്രയിലുണ്ടായിരുന്നു പറയുന്നൊക്കെ, അതും ആന്ധ്രയിൽ എടുത്താലുകൊണ്ട് കുഴപ്പമില്ല. കർണാടകയിലുണ്ട് ഇപ്പോൾ. കണ്ടെയ്നർ വണ്ടിക്ക് ചില സമയത്ത് വാങ്ങിക്കുന്നുണ്ട്. 200 രൂപ കൊടുക്കും. അതും ക്യാഷായിട്ട് തന്നെ കൊടുക്കും വേണം. അപ്പോൾ ഇവിടെ ധർമാവരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ ഇവിടെ വെള്ളം ഉണ്ടായിട്ട് കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ധർമാവരം ധർമാവരം എന്താണെന്ന് അറിയില്ല, അവരെ പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് കറക്റ്റ് അറിയില്ല. ഇവിടെ ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ അടുപ്പൊക്കെ എത്തിച്ച് ബസ് സ്റ്റോപ്പിൻ്റെ കൂടെ തന്നെ അവർ വെള്ളത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് അത്യാവശ്യം കുടിക്കാൻ പറ്റുന്ന തോന്നുന്നു, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ കായലൊന്ന് വഴി നോക്കുമ്പോൾ നല്ല റോഡുകൾ ഇവിടുത്തെ നല്ല സൂപ്പർ. ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചതാ, ആ കാണുന്ന ഒരു ആലിൻ്റെ മരത്തിൻ്റെ താഴെന്ന്. ഹൈദരാബാദ് ഇവിടുന്ന് 150 കിലോമീറ്റർ കാണിക്കുന്നത്. പിന്നെ ആദിലാബാദ് 472, നാഗ്പൂർ 665. പാർക്കിങ്ങിനൊക്കെ സൗകര്യമുള്ള സ്ഥലമാണ് ഇങ്ങനത്തെയൊക്കെ. അതിനൊന്നും കുഴപ്പമില്ല. നല്ല റോഡും അത്യാവശ്യം തണലും ഉണ്ടാവും. ഇവിടെ എന്തോ ഒരു പുതിയ അമ്പലത്തിന്റെ ഒരു വർക്ക് സ്റ്റാർട്ടായും തോന്നുന്നുണ്ട് കാണുമ്പോൾ. ആൾക്കാരൊക്കെ വന്നിട്ട് പോകുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് തോന്നും. നല്ല സ്പീഡിൽ പായാൻ പറ്റുന്ന റോഡുകളാണ്. 4 ലൈൻസ്, വാഹനങ്ങളും കുറവാണ്. അങ്ങനെ തെലങ്കാന സ്റ്റേറ്റിൽ കയറിയിട്ടുള്ള ആദ്യത്തെ ടോൾ ബൂത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പേരൊന്നും കാണുന്നില്ല, പേരൊന്നുമില്ല. ഏകദേശം നമ്മൾ ജംഗ്ഷനിലൊക്കെ അടുത്താണുള്ളത്. അങ്ങനെ ടോളും കിടന്ന് നമ്മൾ നേരെ ഹൈദരാബാദ് ലക്ഷ്യമാക്കി നീങ്ങിയാണ്. ആ ടോളിൻ്റെ പേര് കണ്ടത്, ടോളിൻ്റെ ആ പ്രദേശത്തിൻ്റെ പേര് കണ്ടത് ഷാഖാപൂർ എന്നാണ്. അങ്ങനത്തെ ഒരു പേര് കണ്ടത്, ഷാഖാപൂർ. അപ്പോൾ നമ്മൾക്കിപ്പം ഏകദേശം ഇനി ഇവിടുന്ന് റിംഗ് റോഡ് കയറിയിട്ട് നമുക്ക് അവിടുന്ന് ഒരു എക്സിറ്റ് നമ്പർ 5 പോകണമെന്നാണ് നമ്മുടെ റൂട്ട് മാപ്പ് വെച്ച് കാണിക്കുന്നത്. ഏകദേശം നമ്മുടെ രാത്രി ആവാനായി. നമ്മളിങ്ങനെ ഹൈദരാബാദിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് തിരക്കുകൾ ഇങ്ങനെ ചെറുതായിട്ട് കൂടുന്നുണ്ട്. ഹൈദരാബാദിലേക്ക് ഇങ്ങനെ കയറി വരുന്നു. നമ്മളിപ്പം ഇതിലുള്ള നെഹ്റു ഔട്ടർ റിംഗ് റോഡിലുള്ളത്. നമുക്ക് ഇറങ്ങേണ്ട എക്സിറ്റ് എന്ന് പറഞ്ഞാൽ 5-ാം നമ്പറാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിപ്പം ഉള്ളത് നമ്മുടെ ഹൈദരാബാദിലുള്ള സിയറ്റിൻ്റെ കമ്പനി, അതായത് മേഡക് റോഡിൽ, അതായത് റോഡ് നമ്പർ 5 നമ്മൾ ഇറങ്ങണം. എക്സിറ്റ് നമ്പർ 5 ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ വന്നാൽ മതി. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ കമ്പനി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, അതാണ് മെയിൻ റോഡ്. മേഡക്കിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടുന്ന് ഏകദേശം മേഡക്കിലേക്ക് നല്ല ദൂരമുണ്ട്, 100 കിലോമീറ്ററിന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഇന്നലെ രാത്രി ഇവിടെ എത്തിയത്. ഇപ്പോൾ രാത്രി വന്ന് എന്നിട്ടിപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് റോഡിലേക്ക് പുറത്തേക്ക് പോയതാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം വരുമ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന. അപ്പോൾ എന്താ പറയുക, ഇവിടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ലോഡ് എപ്പോൾ ഇറക്കുമെന്ന് അറിയില്ല. ഇതാണ് ഇവിടുത്തെ റോഡുകളും വണ്ടികളും. ഇതല്ല ആക്ച്വലി കമ്പനി, പക്ഷേ ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താണെന്നല്ല, ഇവിടെയൊക്കെ പുതിയ കമ്പനി, പുതിയതല്ല തോന്നുന്നു, പഴയ കമ്പനി തന്നെ തോന്നുന്നുണ്ട്. സംഭവം എന്താണെന്ന് അറിയില്ല. ടയറിൻ്റെ തന്നെ തോന്നുന്നുണ്ട് കാണുമ്പോൾ. അതിൻ്റെ ഇതൊക്കെ മെഷീൻസ് എല്ലാം കാണുമ്പോൾ. ഇതിപ്പോൾ ഞാൻ കോഴിക്കോട് നിന്ന് ടയറും കൊണ്ട് വന്നതാണല്ലോ ഇവിടെ ടയർ ഇറക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ദൂരം പോകാണ്ട് അങ്ങോട്ടേക്ക് പോയിട്ട് ഏകദേശം 2 കിലോമീറ്റർ നടക്കണം തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പോയി ഭക്ഷണം കഴിച്ച് വന്ന സ്ഥലത്തേക്ക്. അപ്പോൾ നടന്നാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇവിടെ ഒരു കമ്പനി കാണുന്നുണ്ട്, ഇതെന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾക്ക് പോകേണ്ട കമ്പനി ഇതാ
ഇനിയും കുറച്ചങ്ങോട്ട് പോകാനുണ്ട്. വർക്കേഴ്സൊക്കെ ഇപ്പോൾ വരുന്നേ ഉള്ളൂ. അൺലോഡിങ്ങിൻ്റെ ആൾക്കാരാന്ന് തോന്നുന്നുണ്ട്, ഹിന്ദിക്കാരാ. നേരത്തെ കാണിച്ചെന്ന സംഭവം അത് ഈ കമ്പനീൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അത് ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് വരുന്നത്. പക്ഷെ ആ റോഡ് ആ സൈഡിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേറെ കമ്പനിയാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഇതൊരു പഴയ കമ്പനിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഒരു പുരാതന കമ്പനി. ഇതാ കംപ്ലീറ്റ് പൊളിഞ്ഞു വീഴുന്നു, കുറേ ബിൽഡിങ്ങൊക്കെ പൊളിഞ്ഞു വീണിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഇന്നലെ രാത്രി ഇവിടെയായിരുന്നു വെച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ട്രക്ക്. ഇപ്പം വണ്ടി ഞാൻ അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവർ അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് വണ്ടികളുണ്ട്, അകത്ത് തന്നെ ഒരുപാട് വണ്ടികളുണ്ട് ഓൾറെഡി. ഇത് സെക്യൂരിറ്റീൻ്റെ എൻട്രൻസ് ഗേറ്റ്. പക്ഷെ സെക്യൂരിറ്റി ഒന്നും ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നില്ല, അവരൊക്കെ അകത്ത് തന്നെ ഇരിക്കുന്നത്. ഇതാ കമ്പനി, ഇതാ നല്ല ഓഫീസും കാര്യമെല്ലാം ഇവിടെയാണ്. ഇവിടെ നമ്മുടെ പേപ്പറൊക്കെ കൊടുത്ത് എൻട്രി ചെയ്യിക്കേണ്ടത്. വണ്ടികളൊക്കെ ഇതാ ലോഡിങ്ങിനൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വണ്ടി അവിടെ ഉണ്ട് ഓൾറെഡി. ഇതാ ഇവിടെ നമ്മുടെ വണ്ടി കിടക്കുന്ന SLB വണ്ടിൻ്റെ അടുത്ത് തന്നെ. അപ്പം നമ്മുടെ വണ്ടി അൺലോഡിങ്ങിന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ലോഡൊക്കെ ഇറക്കി നമ്മൾ നേരെ തിരിച്ചു പോകാൻ പുതിയ ലോഡിന് വേണ്ടിയിട്ട്. അപ്പം നമുക്കിനി അടുത്ത വിശേഷങ്ങൾ, പുതിയ ലോഡിൻ്റെ വിശേഷങ്ങളിലായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.